ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലോ ഓഫ് ടോട്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ 2017 അതുപോലെ തന്നെ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഈ പ്രോബ്ലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ഇവരൊരു ക്രിക്കറ്റ് ക്ലബിലെ സംഘാടകരായിരുന്നു. ഇവർ സംഘടിപ്പിച്ച ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഇടയിൽ ബാറ്റ്സ്മാൻ ഒരു ബോൾ ഹിറ്റ് ചെയ്ത സമയത്ത് ഈ സ്റ്റേഡിയത്തിന്റെ 7 അടി ഉയർച്ചയുള്ള മതിലും കടന്ന് 17 അടി പൊങ്ങിപ്പോയിട്ട് അതൊരു ഹൈവേയിലോട്ടാണ് വീണിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ആ ഹൈവേയിൽ എക്സ് എന്നുള്ള ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മേത്തോട്ടാണ് ഈ പന്ത് വീണത്. അങ്ങനെ അയാൾ ഇൻജേർഡ് ആയി. ഇതിനു മുന്നേ ആക്ച്വലി ക്രിക്കറ്റ് സംഘടിപ്പിച്ച സമയത്തൊക്കെ വെറും 6 തവണ മാത്രമാണ് ഇത് ഹൈവേയിലോട്ട് തെറിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സമയത്ത് ആർക്കും പ്രത്യേകിച്ച് അപകടം പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. അതായത് പാസ്റ്റ് റെക്കോർഡ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ പ്ലെയിന്റിഫ് എന്ത് ചെയ്തു, അതായത് എക്സ് എന്നുള്ള വ്യക്തി എന്ത് ചെയ്തു, നമ്മുടെ ബാറ്റ്സ്മാനെതിരെയും കമ്മിറ്റി മെമ്പേഴ്സിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ എന്തായിരിക്കും ഡിസിഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത് രണ്ട് കാര്യമാണ്. അതായത് ബാറ്റ്സ്മാൻ നെഗ്ലിജന്റ് ആണോ എന്നുള്ളത്, രണ്ടാമതായിട്ട് കമ്മിറ്റി അംഗങ്ങൾ മതിയായ സേഫ്റ്റി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതുമാണ് ഇവിടുത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നെഗ്ലിജൻസ്, അതുപോലെ തന്നെ റിമോട്ട്നെസ് ഓഫ് ഡാമേജസ് ആൻഡ് ഈ ഡാമേജസിന്റെ റിമോട്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഓഫ് ഫോർസിയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇത് മൂന്നും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഈ നമ്മുടെ ക്രിക്കറ്റ് സംഘാടകരോ അതല്ലെങ്കിൽ ബാറ്റ്സ്മാനോ നെഗ്ലിജന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മാന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ മുന്നിലോട്ട് വരുന്ന ബോൾ ഹിറ്റ് ചെയ്തിട്ട് മാക്സിമം സ്കോറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ ബാറ്റ്സ്മാൻ അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്രിക്കറ്റ് സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുന്നേ 6 തവണ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിലും ആർക്കും പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയിട്ടുണ്ടായ റെക്കോർഡ്സ് ഒന്നും ഇതുവരെ ഇല്ല. ആൻഡ് അവർ 7 അടി പൊക്കത്തിൽ അവർ മതിലും കെട്ടിയിട്ടുണ്ട്. സോ ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നെഗ്ലിജന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ റിമോട്ട്നെസ് ഓഫ് ഡാമേജസ് എന്ന് പറയുന്നത്, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തു, ആ ആക്ടിവിറ്റിയുടെ ഡയറക്റ്റ് റിസൾട്ട് ആയിട്ട് ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമാണ് നമ്മൾ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൽ നിന്ന് വളരെയധികം ഡിസ്റ്റന്റ് ആയിട്ട്, വളരെയധികം റിമോട്ട് ആയിട്ട്, വളരെയധികം ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റോങ്ഫുൾ കോൺസിക്വൻസ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ലയബിലിറ്റി ഈ ആക്ടിവിറ്റി ചെയ്ത ആള് എടുക്കണ്ട എന്നുള്ളതാണ് റിമോട്ട്നെസ് ഓഫ് ഡാമേജസിന്റെ അണ്ടറിൽ പറയുന്നത്. സോ നമ്മുടെ ഒരു കോൺസിക്വൻസ് റിമോട്ട് ആണോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് ഉപയോഗിക്കാറ്. ഒന്ന് ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ്സും മറ്റൊന്ന് ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസിയബിലിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ റീസണബിൾ ഫോർസിയബിലിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു അപകടമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഇതിനു മുന്നേ 6 തവണ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഈ 6 തവണയും ഒരു വ്യക്തിക്കും അപകടം പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘാടകർക്ക് ഇത് മുൻകൂട്ടി കാണാൻ കഴിയാൻ പറ്റുന്ന ഒന്നല്ല. സോ അവരുടെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ആൻഡ് ബി അതുപോലെ തന്നെ സി അതുപോലെ തന്നെ ബാറ്റ്സ്മാൻ ഇവിടെ ലയബിൾ അല്ല. പ്ലെയിന്റിഫിന് ഇവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസ് ലോ ഉണ്ട്, അതാണ് ബോൾട്ടൺ വേഴ്സസ് സ്റ്റോൺ. സിമിലർ ആയിട്ടുള്ള ഫാക്ട് തന്നെയാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതായത് ഒരു ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്തു, 17 അടി ഉയർച്ചയുള്ള വേലിയും കടന്നിട്ടാണ് ഒരു വ്യക്തിയുടെ മേത്ത് ഇൻജേർഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിനു മുന്നേ 30 വർഷത്തിന്റെ ഇടയ്ക്ക് 6 തവണ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഹൗസ് ഓഫ് ലോർഡ്സ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഈ അതായത് ഇങ്ങനെ ഒരു ഹാം നടക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ക്രിക്കറ്റ് ക്ലബും ഇവിടെ നെഗ്ലിജന്റ് അല്ല എന്നുള്ളതായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എ എന്നുള്ള ഒരു വ്യക്തി XYZ ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഒരു ദിവസം കമ്പനിയിൽ ചില പ്രോപ്പർട്ടീസ് ഇയാൾ മോഷ്ടിച്ചതായിട്ട് കമ്പനിയുടെ ടോപ്പ് ലെവൽ അതോറിറ്റീസിന് ഒരു സംശയം തോന്നിയായിരുന്നു. സോ അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഒരു ദിവസം കമ്പനിയിലോട്ട് വരാൻ പറഞ്ഞു. കമ്പനിയിലോട്ട് വിളിപ്പിച്ചിട്ട് ഇയാളോട് ഒരു വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ റൂമിന് പുറത്ത് രണ്ടുപേരെ ഇവര് കാവലും നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ എ റൂമിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടോ, ഓടി രക്ഷപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാളെ നോക്കാൻ അവിടെ രണ്ടുപേരെ അസൈൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. സോ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ എയെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. പക്ഷെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാളല്ല കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ വെറുതെ വിടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എ എന്ത് ചെയ്തു, തന്നെ അനധികൃതമായിട്ട് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. സോ ഇവിടെ എന്താണ് ഡിസിഷൻ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടുത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് XYZ ലിമിറ്റഡ് കമ്പനി നമ്മുടെ എ എന്നുള്ള വ്യക്തിയുടെ മുകളിൽ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്നുള്ള ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഇഷ്യൂ. രണ്ടാമതായിട്ട് എയുടെ സ്വാതന്ത്ര്യത്തിന്, അതായത് എക്ക് യാത്ര ചെയ്യാനും അതല്ലെങ്കിൽ എക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള ലിബർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇവര് തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫോൾസ് ഇംപ്രിസൺമെന്റ് ആണ്. സോ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നിയമപ്രകാരമല്ലാണ്ട് അൺലോഫുള്ളി ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി റെസ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു ഒഫൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള നിയമപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അതോറിറ്റി ഇല്ലാണ്ട് നമ്മൾ ഒരു വ്യക്തിനെ ടോട്ടലി റെസ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു ഒഫൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്താ ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആക്ച്വലി XYZ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അവർക്ക് ഒരാളെ വിളിച്ചിട്ട് തടഞ്ഞു വെക്കാനോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ അയാളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് വർക്ക് ചെയ്യാനോ ഉള്ള അതോറിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവർ അൺലോഫുള്ളി ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആക്ച്വലി അയാളെ ടോട്ടലി റെസ്ട്രെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഇയാളെ റൂമിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് പുറത്ത് രണ്ടാൾക്കാരെ കാവലി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇയാള് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പുറത്ത് വേറെ ആൾക്കാരെയും വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം XYZ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനി നമ്മുടെ എ എന്നുള്ള വ്യക്തിക്ക് എതിരായിട്ട് ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്നുള്ള ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേസ് ലോസ് ആണ് മീറിംഗ് വേഴ്സസ് ഗ്രഹാം വൈറ്റ് ഏവിയേഷൻ കമ്പനി ലിമിറ്റഡ്, അതുപോലെ തന്നെ ഹേർഡ് വേഴ്സസ് പിയർഡേ സ്റ്റീൽ കോൾ ആൻഡ് കോക്ക് കമ്പനി ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇതിൽ ഫസ്റ്റ് കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം ഇവരെ തടഞ്ഞു വെച്ച സമയത്ത് നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇത് ഫോൾസ് ഇംപ്രിസൺമെന്റ് ആണ്, അതല്ലെങ്കിൽ നമ്മളെ തടഞ്ഞു വെക്കുകയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. സോ നമ്മളെ തടഞ്ഞു വെക്കുന്ന സമയത്തും നമുക്ക് ഈ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്നുള്ള ഒഫൻസ് ഉണ്ട് അല്ലെങ്കിൽ ടോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഫോൾസ് ഇംപ്രിസൺമെന്റ് ആവാണ്ടിരിക്കുന്നില്ല. രണ്ടാമതായിട്ട് ഉള്ള കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ഫോൾസ് ഇംപ്രിസൺമെന്റ് ആവില്ല എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ ഇയാളെ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇയാളെ പണിക്ക് വേണ്ടിയിട്ട് ആക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ജോലി നേരത്തെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് കമ്പനി അയാൾ എന്ത് ചെയ്തില്ല, മുകളിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. ഷിഫ്റ്റ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ ഫോൾസ് ഇംപ്രിസൺമെന്റ് ചെയ്തു, എന്നെ ടോട്ടലി റെസ്ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് എതിരായിട്ട് സ്യൂ ചെയ്തപ്പോൾ ഇവിടെ കമ്പനി ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെയാണ് ജോലി ആൻഡ് എല്ലാ കണ്ടീഷൻസിലും പറഞ്ഞിട്ടുണ്ട് ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ജോലിക്കാരെ തിരിച്ചു മുകളിലോട്ട് വിടുള്ളൂ. സോ ഈ കണ്ടീഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇയാൾ ഇവിടെ ജോലിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ഇംപ്രിസൺമെന്റ് ആവില്ല എന്നുള്ളതാണ് ഇവിടെ കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ഡിസിഷൻ വരുന്ന സമയത്ത് കമ്പനി ഫോൾസ് ഇംപ്രിസൺമെന്റ് തന്നെയാണ് ഇവിടെ എ എന്നുള്ള വ്യക്തിയോട് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇവർക്ക് ലോഫുൾ അതോറിറ്റി ഇല്ല ആൻഡ് ഇവർ ടോട്ടലി ഇയാളുടെ സ്വാതന്ത്ര്യത്തിനെ അല്ലെങ്കിൽ ലിബർട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുകയായിരുന്നു
ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടപ്പത്രം എന്നുള്ളതാണ്. സോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയിലെ ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട്, അതായത് ഇങ്ങനെ ഇവര് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവൈൽ ചെയ്യുന്ന ലോൺ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവര് കുറെ പുതിയ ബിൽഡിങ്സ് പണി കഴിപ്പിക്കും എന്നുള്ളതായിരുന്നു. സോ ബിൽഡിംഗ് പണി കഴിപ്പിക്കാനാണ് ഇവര് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ കൊണ്ടുപോയിട്ട് ഡിബെഞ്ചർ ഹോൾഡ് ചെയ്തിട്ട് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആക്ച്വലി ഇവരെന്താണ് ചെയ്തത്? അങ്ങനെ കിട്ടിയ കാശ് കൊണ്ട് ഇവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന കുറെ കടങ്ങൾ തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഒരു കാര്യത്തിന് എന്ന് പറഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് വേറൊരു കാര്യം ചെയ്യുന്നത് എന്തെങ്കിലും ലയബിലിറ്റി നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിന്റെ മുകളിൽ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് whether the directors of the company had made false representation, അതായത് കമ്പനിയിലെ ഡയറക്ടർമാര് ഒരു കാര്യം, അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്തു? നമ്മുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ മുൻപാകെ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു കാര്യം, തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് whether the directors are liable for the tort of deceit or fraud. ഡിസീറ്റ് അതല്ലെങ്കിൽ ഫ്രോഡ് എന്നുള്ള ടോർഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി കമ്പനിയുടെ ഡയറക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ എന്താണ് ഫ്രോഡ് അതല്ലെങ്കിൽ ഡിസീറ്റ് എന്ന് പറയുന്നത്? ഫ്രോഡ് എന്നോ ഡിസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒരു വ്യക്തിക്ക് അറിയാം, അതായത് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഈ തെറ്റായിട്ടുള്ള കാര്യം പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഇത് വിശ്വസിച്ചിട്ട് അതിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇയാൾ അങ്ങനെ ആക്ട് ചെയ്യുന്നത് വഴി അയാൾക്ക് കുറച്ച് ലോസോ അല്ലെങ്കിൽ നഷ്ടമോ സംഭവിച്ചിട്ട് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഇതിൽ ഫസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രോഡ് അല്ലെങ്കിൽ ഡിസീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസീറ്റ് എന്നുള്ള ടോർട്ട് ഒഫൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് എനിക്കറിയാം ഒരു കുതിര, അതിന് ഭ്രാന്ത് ഉണ്ട് എന്നുള്ളത്, ആൻഡ് ആ കുതിരേനെ വാങ്ങുന്ന ആളെ മിക്കവാറും ആ കുതിര തൊഴിച്ചിടും എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഞാൻ ബി എന്നുള്ള ഒരു വ്യക്തിയോട് പോയിട്ട് പറയാണ് നല്ല കുതിരയാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുതിരയാണ്, നീ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ എന്നുള്ളത്. എന്റെ വാക്കും വിശ്വസിച്ചിട്ട് ആ ബി എന്നുള്ള വ്യക്തി ആ കുതിരയെ വാങ്ങി, കുതിരയുടെ കയ്യിൽ നിന്ന് അയാൾക്ക് തൊഴി കിട്ടിയിട്ട് അയാൾക്ക് നല്ല രീതിയിലുള്ള ഇഞ്ചുറി സംഭവിച്ചു. സോ ഇവിടെ ഞാൻ എന്താണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഫ്രോഡ് അതല്ലെങ്കിൽ ഞാൻ ഡിസീറ്റ് എന്നുള്ള ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുക. സോ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിലെ ലീഗൽ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസീറ്റ് അതല്ലെങ്കിൽ ഫ്രോഡ് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിലേറ്റഡ് കേസ് ലോ എന്ന് പറയുന്നത് ഡെറി വേഴ്സസ് പീക്ക് എന്നുള്ള കേസ് ലോ ആണ്. സോ ഈ ഒരു കേസ് ലോയിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് അതല്ലെങ്കിൽ ആ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതല്ലെങ്കിൽ കമ്പനി ഡീൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ ഉപയോഗിച്ചിട്ട് ട്രാംസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. ട്രാം എന്താന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ കൽക്കട്ടയിലൊക്കെ പോയവർക്ക് അറിയുമായിരിക്കും. സോ ട്രാംസ് റൺ ചെയ്യലാണ് എന്തുണ്ടായിരുന്നത്? ഇവരുടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന, അതായത് ഇവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരുന്ന കാര്യം ഇതാണ്. അതായത് ഇവരുടെ ഈ ഒരു കമ്പനി, അതായത് ഈ ഒരു കമ്പനിയിൽ ഇവർ ചെയ്യാൻ പോകുന്നത് സ്റ്റീം പവർ ഉപയോഗിച്ചിട്ട് ട്രാമുകൾ റൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്റ്റീം പവർ യൂസ് ചെയ്തിട്ട് ട്രാം റൺ ചെയ്യലാണ് ഇവരുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്. സോ അങ്ങനെയുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരുന്നത്. ആക്ച്വലി ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റീം പവർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഹോഴ്സ് പവർ ഉപയോഗിച്ചിട്ടും ഇവർക്ക് എന്ത് ചെയ്യാം? ട്രാം റൺ ചെയ്യാൻ പറ്റും. സോ ഇവര് ജെന്യുവൻലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവർക്ക് അത് സ്റ്റീം പവർ യൂസ് ചെയ്തിട്ട് തന്നെ റൺ ചെയ്യാനുള്ള ഒരു അനുമതി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത്
ട്രേഡ് ബോർഡാണ്, അതായത് ബോർഡ് ഓഫ് ട്രേഡ് ആണ് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നുണ്ടായിരുന്നത്. സോ ഇവര് ജെന്യൂൻ ആയിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, കമ്പനി ജെന്യൂൻ ആയിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇവർക്ക് സ്കീം പവർ യൂസ് ചെയ്തിട്ട് തന്നെ ഇവർക്ക് ട്രാംസ് റൺ ചെയ്യാനുള്ള അനുമതി ലഭിക്കും എന്നുള്ളത്. സോ ഇവരുടെ പ്രോസ്പെക്ടസ് കണ്ടിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്തു, ഈ കമ്പനിയിലെ ഷെയർ പർച്ചേസ് ചെയ്തു. പക്ഷെ ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഈ ബോർഡ് ഓഫ് ട്രേഡിന്റെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. അതായത് ഇവർക്ക് ഹോഴ്സ് പവർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ട്രാം റൺ ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളൂ, അല്ലാണ്ട് ഇവർക്ക് സ്റ്റീം പവർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു, കമ്പനിക്ക് എതിരായിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അതായത് കമ്പനി എന്താണ്, ഫ്രോഡാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അവർ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ പ്രോസ്പെക്ടസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പബ്ലിഷ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ ആക്ച്വലി എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി ഹൗസ് ഓഫ് ലോർഡ്സ് ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇത് ഫ്രോഡ് ആയിരുന്നില്ല, ഇവർ ജെന്യൂൻലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കമ്പനി ജെന്യൂൻലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്തായാലും അതിനുള്ള അനുമതി ലഭിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കമ്പനി ഫ്രോഡ് കമ്മിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ കേസിലെ, അതായത് നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ഡിസിഷനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി പ്യുവർ ആയിട്ട് ഫ്രോഡ് തന്നെയാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവർക്ക് അറിയാം ഇവർ ഈ കാശ് ഉപയോഗിക്കുന്നത് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഉള്ള കടം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇവരിത് മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവര് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ they are liable for fraud. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ എന്നുള്ള ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണ്. സോ എ കിടക്കുന്ന ആ റൂമിൽ കുറച്ച് ജ്വല്ലറീസ്, അതായത് കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. സോ മരിച്ച വീടാവുമ്പോൾ കുറെ ആൾക്കാർ വിസിറ്റ് ചെയ്യുമല്ലോ. സോ ആ റൂമിൽ നിന്ന് ആ ജ്വല്ലറീസ് ആരും മോഷ്ടിച്ചു കൊണ്ടുപോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ എയുടെ സിസ്റ്റർ ഇൻ ലോ എന്ത് ചെയ്തു, ആ ജ്വല്ലറീസ് ആ റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് മാറ്റിവെച്ചു. അതായത് ഡെഡ് ബോഡി കിടക്കുന്ന റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് അത് മാറ്റിക്കൊണ്ടുവച്ചു. പക്ഷേ ആ റൂമിൽ നിന്നും, ഈ മാറ്റി കൊണ്ടുവച്ച റൂമിൽ നിന്ന് പിന്നെ ആരോ അത് എന്ത് ചെയ്തു, മോഷ്ടിച്ചു കൊണ്ടുപോയി. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഈ എയുടെ ലീഗൽ ഹെയർസ്, അതായത് മരിച്ച വ്യക്തിയുടെ ലീഗൽ ഹെയർസ് നമ്മുടെ സിസ്റ്റർ ഇൻ ലോക്കെതിരെ സ്യൂ ചെയ്തു. ഇവിടെ എന്താണ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ വന്നിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്, whether the act of moving the jewelry constituted trespass to goods. അതായത് മരിച്ച വ്യക്തി കിടക്കുന്ന റൂമിൽ നിന്ന് വേറെ ആരുടെയും പെർമിഷൻ ഇല്ലാണ്ട് ജ്വല്ലറി എടുത്ത് വേറൊരു റൂമിലോട്ട് മാറ്റി വെക്കുന്നത് trespass to good ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ജ്വല്ലറി വേറെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോകണ്ട, ജ്വല്ലറിക്ക് പിന്നെ നഷ്ടമൊന്നും വരരുത് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു റൂമിലോട്ട് മാറ്റി വെക്കുന്നത് നമുക്ക് നെസസിറ്റി ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. അതായത് അത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ്, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ട്രസ്പാസ് ടു ഗുഡ്സും മറ്റൊന്ന് നെസസിറ്റി ആണ്. ട്രസ്പാസ് ടു ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ പ്ലെയിൻറ്റിഫിന്റെ കൈവശം ഇരിക്കേണ്ട ഒരു ഗുഡ്, അതല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിന്റെ കൈവശം ഇരിക്കുന്ന ഒരു ഗുഡിലോട്ട് അൺലോഫുള്ളി ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ റോങ്ഫുള്ളി ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന ആ ഒരു പ്രവണതേനെയാണ്, അതല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രസ്പാസ് ടു ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അൺലോഫുള്ളി അതല്ലെങ്കിൽ റോങ്ഫുള്ളി മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ഗുഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ഇന്റർഫിയറൻസ് നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രസ്പാസ് ടു ഗുഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെസസിറ്റി ആക്ച്വലി ഒരു ഡിഫൻസ് ആണ് അല്ലേ? അതായത് ഒരു ഗ്രേറ്റർ ഹാം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു റോങ് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു ടോർട്ട് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല എന്ന് പറയുന്ന ഒരു ഡിഫൻസ് ആണ് ആക്ച്വലി നെസസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ ഇതൊരു നെസസിറ്റി ആയിരുന്നില്ല അല്ലേ? നമ്മൾ ആക്ച്വലി ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി അവിടെ മക്കളും
ഡയറക്റ്റ് ആയിട്ട് വരുന്ന അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആക്ച്വലി അവരവിടെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ഒരു ഗുഡ് എടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെയോ മാറ്റരുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇതിനെ ഒരു നെസസിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആൻഡ് രണ്ടാമതായിട്ട് ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കൽ ഇന്റർഫിയറൻസ് നടന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു വ്യക്തിയുടെ ഗുഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അൺലോഫുള്ളി ഒരു ഫിസിക്കൽ ഇന്റർഫിയറൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ട്രസ്പാസ്ഡ് ഗുഡ്സും നടന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് ലോ ആണ് കിർക്ക് വേഴ്സസ് ഗ്രിഗറി എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നടന്നിട്ടുള്ള സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു ഡിസീസ്ഡ് മാന്റെ ഗുഡ് എന്ത് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ജ്വല്ലറി എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറൊരാളുടെയും പെർമിഷൻ ഇല്ലാണ്ട് അത് മറ്റൊരു സ്ഥലത്തോട്ട് ഇയാൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ആൻഡ് ഇയാളുടെ ഇന്റൻഷനും അതായിരുന്നു, അത് അവിടെ വെച്ചിട്ട് മോഷണം പോവരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, അയാൾ മാറ്റി വെച്ച സ്ഥലത്ത് നിന്ന് പിന്നെ അത് മിസ്സാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഈ ജ്വല്ലറി അൺഓതറൈസ്ഡ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ട്രസ്പാസ്ഡ് ഗുഡ്സ് കമ്മിറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കേസിലും നമ്മുടെ ഈ സിസ്റ്റർ ഇൻ ലോ എന്തായിരിക്കും, തീർച്ചയായിട്ടും ട്രസ്പാസ്ഡ് ഗുഡ്സിന് ലയബിൾ ആയിരിക്കും. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെഡ് എന്നുള്ള വ്യക്തിക്ക് ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. ആ ഷിപ്പിൽ പി എന്നുള്ള ഒരു വ്യക്തി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പി എന്നുള്ള വ്യക്തിയുടെ നെഗ്ലിജന്റ് ബിഹേവിയർ മൂലം, അതല്ലെങ്കിൽ പി എന്നുള്ള വ്യക്തിയുടെ നെഗ്ലിജൻസ് മൂലം ആ ഷിപ്പ് ഒരു സ്ഥലത്ത് പോയി ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ഷിപ്പിൽ ഉണ്ടായിരുന്ന കോമ്പസും ചാർട്ടുകളും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഷിപ്പിനെ കരയിലോട്ട് അടുപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ പോർട്ടിലോട്ട് അടുപ്പിക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഷിപ്പ് അവിടെ എന്തായി, സ്റ്റക്ക് ആയി പോയി. അതായത് കരയിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലായി പോയി. സോ ഇങ്ങനെ വന്ന സമയത്ത് സെഡ് എന്ത് ചെയ്തു, പി എന്നുള്ള വ്യക്തിക്കെതിരെ സ്യൂ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ട് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് പി എന്നുള്ള വ്യക്തി നെഗ്ലിജന്റ് ആയിരുന്നോ എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ട് പി നെഗ്ലിജന്റ് ആയിരുന്നു എന്നുള്ളത് പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഷിപ്പ് വീണ്ടും എന്താ പറയാ, കടലിൽ നിന്നും പോർട്ടിലോട്ട് പോവാണ്ട് സ്റ്റക്കായി നിന്ന ആ ഒരു കാര്യത്തിന് നമ്മുടെ പി ലയബിൾ ആണോ എന്നുള്ളതാണ്. അതായത് പി ആക്ച്വലി നെഗ്ലിജന്റ് ആയതുകൊണ്ട് കോമ്പസും ചാർട്ടും നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടാണ്ട് അതിനുശേഷം ഷിപ്പ് പോർട്ടിലോട്ട് അടുപ്പിക്കാൻ പറ്റാണ്ടിരുന്ന ആ കാര്യത്തിന് പി ലയബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ലീഗൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് റിമോട്ട്നെസ് ഓഫ് ഡാമേജസ് തന്നെയാണ്. സോ റിമോട്ട്നെസ് ഓഫ് ഡാമേജസ് എന്താന്നുള്ളത് ഞാൻ ഇവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് റിമോട്ട്നെസ് ഓഫ് ഡാമേജസും അതിൽ വന്നിട്ടുള്ള രണ്ട് ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ്സും അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റും ഒക്കെയാണ് നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവിടുത്തെ റിലേറ്റഡ് കേസ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ വാഗൺ മൗണ്ട് കേസ് ആണ്. ആക്ച്വലി ഈ ഒരു കേസിൽ എന്താ ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് ഓഫ് ഡയറക്ട്നെസ്സിനെക്കാട്ടിലും കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് റീസണബിൾ ഫോർസൈറ്റ് ആണ് എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ഡിസിഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് പി എന്നുള്ള വ്യക്തി ഈ രണ്ടാമതായിട്ട് നടന്നിട്ടുള്ള കോൺഫ്ലുവൻസിന് ഉത്തരവാദിയാണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷിപ്പ് റൺ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കോമ്പസ് അതുപോലെ തന്നെ ചാർട്ട് എന്നൊക്കെ പറയുന്നത്. നമുക്ക് വെതർ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടിന്റെയും ആവശ്യം ഉള്ള കാര്യം തന്നെയാണ്. സോ സ്വാഭാവികമായിട്ട് ആ ഒരു രണ്ട് ഇൻസ്ട്രുമെന്റ്സ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഫർദർ ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പി ലയബിൾ ആണ്. ഈ ഒരു പ്രോബ്ലത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിഫോൺ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് എന്ത് ചെയ്തു, ഒരു മാൻഹോൾ, അതായത് ഒരു കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ കുഴി ഇവരെ ഒരു ടെന്റ് വെച്ചിട്ട് കവർ ചെയ്തു.
ആൻഡ് ഈ ടെന്റിന്റെ ഉള്ളിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാരഫിൻ ലാംപ്സും കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു, കുഴിയുടെ ചുറ്റും ഇവരൊരു ടെന്റ് വെച്ചിട്ട് അത് കവർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ടെന്റിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു പാരഫിൻ ലാമ്പ്, അതായത് നമ്മുടെ ഈ ചിമ്മിനി വിളക്കൊക്കെ പോലത്തെ വിളക്കാണ്, ഈ റാന്തലൊക്കെ പറയില്ലേ, അതുപോലെ ഒരു വിളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ആ ടെന്റിന് ചുറ്റും കാവൽക്കാരെയൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഈ ടെന്റിന്റെ ഉള്ളിൽ കയറിയിട്ട് അതില് ഉള്ളിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ലാമ്പ് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അതിൽ നിന്നുള്ള ഒരു ലാമ്പ് ഈ മാൻഹോളിന്റെ ഉള്ളിലോട്ട് വീണ് അതിന്റെ ഉള്ളിൽ നിന്ന് അതങ്ങ് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ച സമയത്ത് ഈ കുട്ടിയുടെ മേത്ത് എന്തുണ്ടായി? ഈ കുട്ടിയുടെ മേത്ത് ഒരുപാട് പൊള്ളലേറ്റു. അതായത് ഇത് പൊട്ടിത്തെറിച്ചപ്പോ പെട്ടെന്ന് കുട്ടി ആ കുഴിയുടെ ഉള്ളിലേക്ക് വീണു. അങ്ങനെ ആ കുട്ടിക്ക് എന്ത് പറ്റി? പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യത്തിന്റെ മുകളിൽ ഡിസൈഡ് ചെയ്യാനാണ് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇഷ്യൂസ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ളത്, പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് നെഗ്ലിജന്റ് ആയിട്ടാണോ ഇവിടെ ബിഹേവ് ചെയ്തിട്ടുള്ളത്? രണ്ടാമതായിട്ട് ഇവർക്ക് ഈ കുട്ടിയോട് ഏതെങ്കിലും രീതിയിലുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കുട്ടിയും ഇവിടെ നെഗ്ലിജന്റ് ആയിട്ടാണോ ബിഹേവ് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻ സ്വാഭാവികമായിട്ട് ഒന്ന് നെഗ്ലിജൻസ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസിനെ കുറിച്ചിട്ടും എഴുതാവുന്നതാണ്. അപ്പോ നമ്മൾ ഇഷ്യൂയിലോട്ട് വരുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ തീർച്ചയായിട്ടും നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു പബ്ലിക് പൊതുസ്ഥലത്ത് ഒരു കുഴി കുഴിക്കുന്ന സമയത്ത് ആ പൊതുസ്ഥലത്ത് കൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ട ഡ്യൂട്ടി ഇവരുടെ ഭാഗത്തുണ്ട്. സോ ഇവര് മര്യാദയ്ക്ക് അവിടെ ഗാർഡ്സിനൊന്നും സപ്ലൈ ചെയ്യാത്ത പക്ഷം തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നെഗ്ലിജന്റ് ബിഹേവിയർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് കുട്ടിയോട് ഇവർക്ക് ഡ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയോട് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഡ്യൂട്ടി ഉണ്ട്. കാരണം എന്താണ്? കുട്ടിയും ആ പൊതുസ്ഥലത്ത് കൂടെ നടന്നു പോകുന്ന ആളാണ്, അല്ലെ? പിന്നെ ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു ഗ്രോൺ അപ്പ് പേഴ്സണെ പോലെ ചിന്തിക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സോ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കുട്ടി എന്താണ്? കുട്ടികൾ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? അവരെന്ത് കിട്ടിക്കഴിഞ്ഞാലും കളിക്കും, അതൊക്കെ ചെയ്യും. സോ കുട്ടീനെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി കുട്ടിയോട് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ എംപ്ലോയീസിന് ഡ്യൂട്ടി ഓഫ് കെയർ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഇവിടെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഉണ്ടോ എന്നുള്ളതുമാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇവിടെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസിന്റെ പ്രസൻസ് ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ പ്ലെയിൻറ്റിഫിന്റെ ഭാഗത്ത് നിന്നും ഒരുപോലെ നെഗ്ലിജന്റ് ബിഹേവിയർ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ അതിനെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജന്റ് എന്ന് വിളിക്കുന്നത്. സോ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇത് ഡേഞ്ചർ ആണ്, ഇതിന്റെ ഡേഞ്ചറിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേസ് ലോ ആണ് ഗ്ലാസ്ഗോ കോർപ്പറേഷൻ വേഴ്സസ് ടൈലർ എന്ന് പറയുന്നത്. ഈ കേസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർക്ക് ഉണ്ട്, ആ പാർക്കിൽ ഒരു വിഷച്ചെടി വളർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവര് മര്യാദയ്ക്ക് ആ വിഷച്ചെടിയെ ഫെൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വേലിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം പാർക്കിൽ കളിക്കാൻ വന്ന ഒരു കുട്ടി ആ ചെടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പഴം കഴിച്ച് ആ കുട്ടി മരിച്ചു. ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ പാർക്കിന്റെ മെയിന്റനൻസ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവരുടെ നെഗ്ലിജന്റ് ബിഹേവിയർ കൊണ്ട് തന്നെ മാത്രമാണ് ഇവിടെ ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട് ആൻഡ് ദേ ആർ ലയബിൾ ഫോർ ദ കിഡ്സ് ബേൺഡ് ഇഞ്ചുറി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.